ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണിയൻ റിങ്സ് ആണ്. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ആദ്യമേ തന്നെ 2 വലിയ ഓണിയൻ ആണ് വേണ്ടത്. പിന്നെ മൈദ 1/2 കപ്പ്, വെള്ളം 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് 1/2 കപ്പ്, ഓയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു ഒണിയൻ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾക്ക് വേണ്ടത് ഈ സെൻറ്റർ പോർഷനാണ്. ഇത് ഇച്ചിരി കനത്തിൽ തന്നെ സർക്കിളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ വൈറ്റ് ഒണിയനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് സാധാരണ ഒണിയനും എടുക്കാവുന്നതാണ്. ഞാൻ രണ്ടിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്, രണ്ടിലും നന്നായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ രണ്ടാമത്തെ ഒണിയനും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമ്മൾ ഓരോരോ സർക്കിൾസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓരോ സർക്കിൾസ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ അത് വേറെ വേറെ ആയിട്ട് എല്ലാം എടുത്ത് വെക്കണം. ഈ സെൻറ്റർ പോർഷൻ നമുക്ക് വേണ്ട, അത് നമുക്ക് വേറെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ ഓണിയൻ റിങ്സും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊരു ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് കുറച്ചായിട്ട് ഈ മൈദമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഓരോ മൈദ അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും അളവിൽ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഈ മൈദമാവ് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കട്ടകളെല്ലാം നന്നായി ഉടച്ചു കൊടുക്കണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഏകദേശം നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓണിയൻ റിങ്സ് ഈ ബാറ്ററിൽ മുക്കുക. അതിനുശേഷം ഇതെടുത്ത് നമ്മൾക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് വെക്കുക. എന്നിട്ട് ഇത് നന്നായി തിരിച്ചും മറിച്ചും വെച്ച് കോട്ട് ചെയ്ത് കൊടുക്കുക ബ്രെഡ് ക്രംസിൽ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിളായി തോന്നിയത് കൈ വെച്ച് ചെയ്യാനാണ്. അപ്പോൾ ഒരു 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ മാവ് പറ്റിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ 2 ഫിംഗേഴ്സിലാവുമ്പോൾ അധികം ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ രണ്ടാമത്തെ ഓണിയൻ റിങ്ങും എടുത്തിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത് നമ്മളൊന്ന് കുടഞ്ഞു കളയണം. എന്നിട്ട് വേണം ബ്രെഡ് ക്രംസിലേക്ക് വെക്കാനായിട്ട്. എക്സസ് മാവുള്ളത് അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൽ വീണിട്ട് അത് ഇച്ചിരി കട്ടയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഇതിൻ്റെ ഇന്നർ സർക്കിളിലും ഇങ്ങനെ തട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമ്മൾക്ക് എല്ലാ ഓണിയൻ റിങ്സും ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഓരോ ഓണിയൻ റിങ്സ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആയി പോയി കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആയി പോകും. പക്ഷേ ആ ഒരു ക്രിസ്പി നേച്ചറിലേക്ക് വരില്ല. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾക്ക് നെക്സ്റ്റ് സെറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്കാകുമ്പോൾ നമുക്കെല്ലാം എടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഓണിയൻ റിങ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.